എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു വാഫിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്സ് വെച്ചിട്ടാണ് ഈ വാഫിൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള ഓട്സ് വേണമെങ്കിലും എടുക്കാം. ക്യുക്ക് ഓട്സോ, റോൾഡ് ഓട്സോ, സ്റ്റീൽ കട്ട് ഓട്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള അളവിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്, റൂം ടെമ്പറേച്ചറിലുള്ളത്. പിന്നെ ഒരു നന്നായിട്ട് പഴുത്തൊരു പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറുവപ്പട്ട പൊടിയുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ വേണം. അത് ഞാൻ അളവ് വഴിയെ പറയാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഓട്സും അതുപോലെ തന്നെ പഴം തൊലി കളഞ്ഞതും പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ മധുരം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും പിന്നെ കുറച്ച് സിനമൺ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വാഫിളായിട്ട് ഉണ്ടാക്കാം. വാഫിളിൻ്റെ മേക്കർ ഇല്ലാത്തവർ നിങ്ങൾ പാൻ കേക്കായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വാഫിളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പകുതി മാവ് ഒഴിച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒഴിക്കരുത്, കാരണം ഇത് ഓവർഫ്ലോ ആകും. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് മാവ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് പ്ലഗ് കുത്തിയതിന് ശേഷം ഗ്രീൻ ലൈറ്റ് കത്തുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രീൻ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓട്സ് വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. ഇതിൽ പഞ്ചസാരയോ ഓയിലോ ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് വാഫിളിൻ്റെ. പാൻ കേക്കിനെക്കാട്ടിലും ഈസിയാണ്. പാൻ കേക്ക് ആകുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇടണം. അപ്പോൾ അതിനെക്കാട്ടിലും ഈസിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി ഒഴിക്കാം. ഹണിയിൽ ഷുഗർ ഉള്ളതാണ്, അപ്പം നിങ്ങളത് നോക്കിയിട്ട് തന്നെ ഒഴിക്കുക. ഹണി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് ഹണി ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയൊരു വാഫിളിൻ്റെ റെസിപ്പിയാണ് നമ്മളത് കണ്ടത്. അപ്പോൾ നമ്മൾ റിയൽ ആയിട്ടുള്ള വാഫിളിൻ്റെ റെസിപ്പി നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്